അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനിതാ ഒരു ഫാൻസീൻ്റെ പരസ്യമായിട്ടൊന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഫാൻസിക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, ഇന്ന് ഈ മാല തന്നെ ഇട്ടിട്ട് കാണിക്കാം. നമ്മളിങ്ങനെ വെച്ച് കാണിക്കുന്നതിന് നല്ലതല്ലേ ഇട്ടിട്ട് കാണിക്കാമെന്ന്, അതുകൊണ്ടാട്ടോ. അപ്പോൾ 1 2 3 4 5 അങ്ങനെ 5 മാല ഉണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ആഫിക്ക് കല്യാണത്തിന് കൊടുത്തിട്ടില്ല. ഇങ്ങനെയല്ല, 4 തോന്നുന്നുണ്ട്, ഓർമ്മയില്ല, 4 എന്നാന്ന് തോന്നുന്നുണ്ട് ലെയർ. ഇതെനിക്ക് 5 ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ, ഒരുപാട് ഇഷ്ടമായി. അപ്പം ഞാൻ ഇന്നത് എടുത്തിട്ട് ഇട്ട്, പിന്നെ ഇതിനുള്ള കമ്മലാണ് ഇങ്ങനെ വരുന്നത്. കമ്മൽ കുഞ്ഞു കമ്മലാണ്, അതിലാണ് എനിക്ക് പ്രശ്നം. അപ്പം അമ്മ പറഞ്ഞു എന്താ പറയുക, ഞാൻ അതിട്ട് ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വരുമ്പോൾ തന്നെ അമ്മ ചോദിക്കും, അന്നിപ്പോൾ ഇതായിരിക്കില്ലേ എൻ്റെ കണ്ടൻറ്റെന്ന്. അമ്മ വരെ കളിയാക്കി തുടങ്ങി. അപ്പോൾ അങ്ങനെയല്ല കേട്ടോ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയാം. എൻ്റെ ലൈഫിൽ എന്ത് കാര്യം നടക്കുകയാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ഒക്കെ എനിക്ക് നിങ്ങളോട് പറയണം. നിങ്ങളെൻ്റെ ഫാമിലിയാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. ഇനി ഇൻഷാ അല്ലാഹ് എൻ്റെ മറ്റേ കമ്മലുണ്ടല്ലോ, അത് ഒരൊറ്റ ടിപ്പിനെ തന്നെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ അത് എടുത്തിട്ട് ഓരോന്ന് കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പോൾ ഇനി നാളെ അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ വീഡിയോ ഒന്നും പറ്റൂല. പിന്നെ ഇന്ന് ഞാൻ പോകാൻ വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് വേറെ ഒന്നല്ല, വീണ്ടും ഒരാളെ കടിച്ചു, നായ കടിച്ചു. അപ്പോൾ അതിൽ നല്ല ഞാൻ പേടിച്ചിരിക്കുകയാണ്. നമുക്കും നല്ല പേടിയാണ്. അപ്പം പറഞ്ഞു തൽക്കാലം ഞാൻ പോട്ടെ, ഞാൻ പോയി വരാം, എന്നിട്ട് നാളെ തൊട്ട് പോകാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നല്ല പേടിയുണ്ട് എനിക്ക്. അപ്പം എന്താ, ഇതൊന്നും നിങ്ങളെ കാണിക്കണം കേട്ടോ, എനിക്ക് അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇന്നലെ എൻ്റെ ബീൻത്ത, ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോഴാണ് ഞാൻ ബീൻത്താൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ കണ്ടത്. എന്താ പറയാൻ എനിക്ക് വാക്കുകളില്ല. കാരണം ചിലപ്പോൾ നമ്മൾ കൂടെ ഉണ്ടായാൽ പോലും ചില ആളുകൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ പെട്ടെന്ന് ചില ആളുകളെ മനസ്സ് കീഴടക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്നാണ് എൻ്റെ വീട്ടിൽ ചെയ്തത്. എപ്പോഴും ഞാനും ബീൻത്തയൊന്നും ഒരുപാടൊന്നും സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്നാൽ ബീൻത്ത ചോദിക്കുന്നു, ഞാൻ മറുപടി പറയും, ഞാൻ ചോദിക്കുന്നു, ബീൻത്ത പറയും. അത്രേ ഉള്ളൂ. വല്ലപ്പോഴൊക്കെ, ഇങ്ങനെ എപ്പോഴും ഡെയിലി മെസ്സേജ് കാര്യമൊന്നുമില്ല. പക്ഷെ അത് വേണ്ട, ഒരാളെ മനസ്സിലാക്കാൻ. അത് ബീൻത്തക്ക് പഠിച്ച റബ്ബ് കൊടുത്തിട്ടുള്ള ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്, ഒരാളെ മനസ്സിലാക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യമല്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ. ഞാനെന്ന വ്യക്തിനെ ബീൻത്താണ് ഫസ്റ്റ് കണ്ടത്. എന്നതിൻ്റെ ശേഷം എൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ ബീൻത്തനെ അറിയുന്നത്. ഒക്കെ പറയുന്നത് 100% സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നും ഞാൻ പറഞ്ഞതല്ല. എനിക്കിങ്ങനെ അത്ഭുതമാണ് തോന്നുന്നത്. ചിലപ്പോൾ നമ്മളാരും അത്രയും അടുത്തറിയുന്ന പോലും പറയില്ല. ഇത് എത്ര വൃത്തിക്ക് എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നത് പ്രകാരം ബീൻത്തക്ക് അത് മനസ്സിലാക്കിയെടുത്തു. ഒരാളെ മനസ്സിലാക്കാൻ എൻ്റെ അമ്മ പറഞ്ഞ പോലെ ചിലർക്ക് പെട്ടെന്ന് കഴിയും, ചിലർക്കത് കഴിയാതെ വരും. ഞാൻ എപ്പോഴും ഒരു ഓപ്പൺ മൈൻഡാണ്. എനിക്ക് ഈ കാണുന്ന ഈ ചിരിയും ആരെങ്കിലും ഒന്ന് കരഞ്ഞ് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കും. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ നമുക്ക് നല്ല പേടിയുണ്ട്. അമ്മ പറയാം, എന്നൊന്നും പുറത്ത് വിടാൻ പറ്റില്ല, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉടായ്പാണെങ്കിലും ഞാനത് വിശ്വസിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അമ്മ പുറത്ത് വിടാത്തത് വെറുതല്ല. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ ബീൻത്തനെ കുറിച്ച് ഇന്നലത്തെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പറയുകയാണ്, എന്താ പറയുക, ശരിക്കും ഒരുപാട് സന്തോഷമായി. എന്താ ഞാൻ കമൻ്റ് ഇടണ്ടേ, ഒന്നും കിട്ടുന്നില്ല, അത്രയും സത്യസന്ധമായ കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുക, നമുക്ക് അത്രയേ ഉള്ളൂ. ഞാൻ ബീൻത്ത പറഞ്ഞത് സത്യമാണ്. കാരണം പ്രതീക്ഷിക്കാൻ എനിക്കില്ല, പക്ഷേ എനിക്ക് പ്രതീക്ഷ ഉണ്ട്. എൻ്റെ ചാനൽ വളരും, എൻ്റെ ചാനലിൽ എല്ലാവരും അറിയപ്പെടും. അതാണ് എൻ്റെ ഒരു ലൈഫ്, അതാണ് എൻ്റെ എന്താ പറയാൻ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് കുറച്ച് ഫാമിലി ഉണ്ട്, ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല, അതാരാന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എന്നാലും എന്താ പറയുന്ന പോലെ എന്നൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. സാരമില്ല, എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കും. ചിലപ്പോൾ ഈ മാലട്ടോണ്ട് ശ്രദ്ധിക്കുകയോ അറിയില്ല. മറ്റേ എന്താ പറയുക, മറ്റേ പുള്ളിക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരു യൂട്യൂബറുണ്ട്. പറയല്ലേ, പ്രശ്നമാവും, വേണ്ട, പേടിയാണ് പറയാൻ. മറ്റേ ബിഗ് ബോസിലെ കണ്ടൻറ്റ് യൂസ് ആക്കിയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാലിട്ട് നിൽക്കുന്ന ഓരോ പേര് ഞാൻ പറയണില്ല. അപ്പോൾ അതുപോലെ ആയിട്ട് ഇനിയിപ്പം മാല കാരണം ഞാൻ വേറെ ആവട്ടെ അല്ലേ. തലക്കും വയ്യാണ്ടായി വിചാരിക്കും ആൾക്കാർ, അതിന് വട്ടായേന്ന്.
അപ്പോൾ എന്താ പറയുക, എനിക്ക് അങ്ങനെയൊന്നുമില്ല. പറയുന്നവർ പറയട്ടെ അല്ലേ, നമ്മളെ മനസ്സിൽ പഠിച്ച റബ്ബിനറിയാം. പിന്നെ ഏതാ വീരത്തനെ പോലെ കുറച്ച് ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന അതിൽ വലിയ സന്തോഷം, ഒരുപാട് സന്തോഷം. അത് എനിക്ക് സന്തോഷം എന്നേ പറയാൻ കിട്ടുന്നുള്ളൂ. പിന്നെന്തൊക്കെയാണ് കിട്ടുന്നില്ല. അപ്പോൾ ഇന്നലെ ഇത് ഫാൻസി കണ്ടിട്ട് ഇന്ന് വീരത്തനെ ഇത് കണ്ടിട്ട് പഠിച്ച റബ്ബ് എനിക്ക് വിളിച്ചതൊക്കെ എനിക്ക് തന്നെ കിട്ടും, നിങ്ങൾക്ക് വിളിച്ചത് നിങ്ങൾക്കും കിട്ടും, അത് സത്യമാണ്. പക്ഷെ ഇതിനോട് ആർക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരേ ഒരു ആഗ്രഹം, ഈ ചാനലൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ അറിയപ്പെടാം, യൂട്യൂബ് ഏർണിങ്സ് അത്രമാത്രം. ഒന്ന് ഫ്ലോപ്പായി, രണ്ടാമത്തേൽ കാല് കുത്തി, അത് റെഡിയാവുമെന്ന് വിചാരിക്കുന്നത് അതും റബ്ബിൻ്റെ അടുത്താണ്. എന്നാലും എനിക്ക് നല്ല കുറച്ച് കൂട്ടുകാരെ കിട്ടി, കുറച്ച് സഹോദരങ്ങളെ കിട്ടി, അതിൽ അൽഹംദുലില്ലാ. അപ്പോൾ എന്താ, ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എനിക്കിപ്പോൾ എന്നെ കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. അപ്പോൾ എന്താ, ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.